വൈഷ്ണവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങളിലൊന്നാണ് വൈകുണ്ഠ ഏകാദശി. സ്വർഗത്തിൻ്റെ വാതിലുകൾ വിശ്വാസികൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഏക ദിവസമാണിത് എന്നാണ് വിശ്വാസം. ഈ ദിവസത്തെ ക്ഷേത്രദർശനം മോക്ഷഭാഗ്യം നൽകും എന്ന് മാത്രമല്ല, ജീവിതത്തിലുടനീളം ഐശ്വര്യം നൽകും എന്നും വിശ്വാസമുണ്ട്. ഈ ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടക്കുന്നു. ഈ ദിവസം തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ ദിവസം വൈകുണ്ഠ ദർശനത്തിനായി ഇവിടെ വരുന്നു. തിരുപ്പതിയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ വൈകുണ്ഠ ദ്വാര ദർശനത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അറിയാം. ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയിലാണ് ഈ ദിവസം ആചരിക്കുന്നത്. വൈകുണ്ഠ ഏകാദശി ദിവസത്തിൽ ഭഗവാൻ വിഷ്ണു വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടും എന്നാണ് വിശ്വാസം. ഈ ദിവസം ക്ഷേത്രത്തിലെ ഒരു വാതിലിലൂടെ കടന്ന് മറ്റൊരു വാതിലിലൂടെ പുറത്തേക്കിറങ്ങുന്നത് വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നതിന് സമമാണ് എന്നാണ് വിശ്വാസം. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ചടങ്ങുകളിൽ ഒന്നാണ് വൈകുണ്ഠ ഏകാദശി. ഓരോ വൈകുണ്ഠ ഏകാദശി നാളുകളിലും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ദർശനത്തിനും പ്രത്യേക പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായി എത്തുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 10 ദിവസമാണ് ഇവിടെ വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്നത്. അതായത് ഇവിടുത്തെ വൈകുണ്ഠ ദ്വാരങ്ങളിലൂടെ ദർശനം നടത്തുവാൻ 10 ദിവസം വിശ്വാസികൾക്ക് അവസരമുണ്ടായിരിക്കും. വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ കാരണം അത്ഭുതപൂർവമായ ഭക്തജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. വൈകുണ്ഠ ഏകാദശി ഹിന്ദുക്കൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ്. പ്രത്യേകിച്ചും അത് ആന്ധ്രാപ്രദേശിലെ തിരുമലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ. ഈ ഏകാദശി വൈകുണ്ഠ ദ്വാരത്തിൻ്റെ തുറക്കലിലൂടെ, അതായത് പവിത്രമായ പ്രവേശനത്തിലൂടെ ആഘോഷിക്കപ്പെടുന്നു. മോക്ഷവും ദൈവിക അനുഗ്രഹങ്ങളും ലഭ്യമാകും എന്നാണ് വിശ്വാസം. 2025 ജനുവരി 10 മുതൽ 19 വരെയാണ് വൈകുണ്ഠ ഏകാദശി ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ഏകാദശിയിൽ പങ്കെടുക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഭക്തജനങ്ങൾക്കു വേണ്ടി പ്രത്യേക പ്രവേശന ടിക്കറ്റുകളും മറ്റ് താമസ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഓൺലൈൻ ഒരുക്കങ്ങൾ നടത്തി ദർശനത്തിനായി ഒരു ക്രമബദ്ധമായ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ സംവിധാനവും തീർത്ഥാടനം ആരംഭിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് കൂടുതൽ സുലഭവും എളുപ്പവുമാക്കുകയും ആത്മീയമായ ഉയർച്ച നൽകുകയും ചെയ്യുന്നതാണ് ലക്ഷ്യമാക്കുന്നത്. സൗജന്യമായ ഭക്ഷണം വിതരണം മുതൽ തിരക്ക് നിയന്ത്രിക്കാൻ ടോക്കൺ സിസ്റ്റം മാനേജ്മെൻറ്റ് വരെ തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വൈകുണ്ഠ ഏകാദശിയുടെയും ദ്വാദശിയുടെയും ആഘോഷത്തിലെ പ്രധാന പരിപാടികൾ എന്ത് എന്ന് നോക്കാം. 2025 ജനുവരി 10 രാവിലെ 4:45 VIP പ്രോട്ടോകോൾ ദർശനത്തോടെ ഈ വർഷത്തെ ആഘോഷങ്ങൾ ആരംഭിക്കും. ഈ ദിവസത്തെ മറ്റ് പ്രധാന സംഭവങ്ങളിലൊന്നാണ് സ്വർണരഥം അഥവാ പൊൻരഥത്തിൻ്റെ പ്രദക്ഷിണം. ഇത് രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കും. ഈ ദിവ്യമായ പ്രദക്ഷിണത്തിൽ ദൈവം പൊന്നിൽ മൂടിയ രഥത്തിൽ ഇരിക്കുന്നു. ഭൂമിയിൽ അവരുടെ കൃപയെ പ്രതിനിധീകരിക്കുന്നു. 2025 ജനുവരി 11 ചക്രസ്നാനം പോലുള്ള ചില ആചാരങ്ങൾ ക്ഷേത്രകുളത്തിൽ നടക്കും. ഇത് രാവിലെ 5:30 മുതൽ 6:30 വരെയാണ് നടക്കുന്നത്. പുഷ്കരിണിയിൽ ദിവ്യമായ സുദർശന ചക്രസ്നാനം നടക്കുന്നത് ഈ ചടങ്ങിനെ കൂടുതൽ പവിത്രമാക്കുകയും ഈ ഉത്സവത്തിൽ അതിവിശേഷമാക്കുകയും ചെയ്യുന്നു. ഭക്തർക്ക് ഈ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. വൈകുണ്ഠ ഏകാദശി ഉത്സവത്തിന് ഭക്തജനങ്ങളുടെ വൻ ജനപ്രവാഹം പ്രതീക്ഷിക്കുന്നതിനാൽ തിരുപ്പതി ദേവസ്ഥാനം തയ്യാറാക്കിയിരിക്കുന്ന പ്രധാന സൗകര്യങ്ങൾ ഇവയൊക്കെയാണ്. അന്നദാനം, ഉപ്പുമാവ്, പൊങ്കൽ, ചായ, കാപ്പി, പാല് മുതലായവ രാത്രി 12 മണി വരെ സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യും. ഭക്തജനങ്ങൾക്ക് സമ്പൂർണ്ണ തൃപ്തി നൽകുന്നതിൽ ഇത് സഹായകരമാണ്. ലഡ്ഡു വിതരണം. ഈ ഉത്സവത്തിനായി 3.5 ലക്ഷം ലഡ്ഡുകളുടെ ബഫർ സ്റ്റോക്ക് ഒരുക്കിയിരിക്കുന്നു.
ഇത് ദേവാലയത്തിൻ്റെ പ്രസാദമായി ഭക്തർക്ക് നൽകും. ട്രാഫിക് മാനേജ്മെൻറ്റ്. പ്രാദേശിക പോലീസുമായി സഹകരിച്ച് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ട്രാഫിക് നിയന്ത്രണ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ഇത് ഭക്തർക്ക് ക്ഷേത്ര പരിസരത്ത് സുഗമമായി സഞ്ചരിക്കാൻ സഹായിക്കുകയും തിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ ക്രമീകരണങ്ങൾ ഭക്തർക്ക് അവരുടെ അനുഷ്ഠാനങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും ക്ഷേത്രത്തിലെ ദൈവിക അന്തരീക്ഷത്തിൽ മുഴുകാനും സഹായിക്കും. മറ്റൊരു പ്രശ്നങ്ങളെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല. ആഘോഷങ്ങൾ വളരെ വലുതായിരിക്കും. പ്രത്യേക പൂജകളും സാംസ്കാരിക പരിപാടികളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു തീർത്ഥാടന അനുഭവമാവട്ടെ എല്ലാ തീർത്ഥാടകർക്കും.